ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലമല്ലേ, സീറ്റ് വിഭജനവും സീറ്റ് നേടാനുള്ള വോട്ടോ ഒക്കെ ആയിട്ട് എല്ലാ സ്ഥാനാർത്ഥികളാവാനുള്ള തിരക്കിലുമാണ്. ഇടതുമുന്നണിയിലും UDF-ലും ഒക്കെ അത്തരത്തിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനാകട്ടെ നിയമസഭയ്ക്കും. കാരണം നിയമസഭയും കൂടെ ഇപ്പോൾ ഒരു പിടിപിടിക്കുകയാണ്. കാരണം അതിലുള്ള ഒന്നാമത്തെ കാര്യം വെച്ചാൽ CPI ഒരല്പം ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ PM ശ്രീ വിവാദത്തിലൊന്ന് ഒരു പിടിവള്ളി കിട്ടിയതോടുകൂടി, അതായത് CPM-നെ അടിച്ച് തകർത്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ CPI നിൽക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഇനി കുറച്ച് സീറ്റ് കൂടുതൽ ചോദിക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. 24 സീറ്റിലൊക്കെയാണ് കഴിഞ്ഞ, എനിക്കൊന്ന് 24 സീറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് നിയമസഭാ സീറ്റിൽ. ഒരു 17 കണ്ട വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അധികം സീറ്റ് ചോദിക്കാൻ പോകും. അതുതന്നെയാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം കഴിഞ്ഞ പ്രാവശ്യം 15 സീറ്റ് ചോദിച്ചു, 12 കിട്ടി, 5 വിജയിച്ചു. സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള നിങ്ങളുടെ പ്രകടനമാണ് അതിന് നടന്നത്. പക്ഷേ നിങ്ങൾ ഈ 15 ചോദിച്ചപ്പോൾ നിങ്ങളെ 15 കൊടുക്കരുതെന്ന് പറഞ്ഞ CPI ആണ്. അധിക സീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല പുറത്തുനിന്ന് നടക്കുന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് 2020 കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ LDF-ന് ഒരു മേൽക്കൈ ഉണ്ടായി. ആ മേൽക്കൈ ഉണ്ടായി അല്ലെങ്കിൽ ഒരു മുന്നേറ്റം, വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്ത് കേരള കോൺഗ്രസ് എമ്മിന് വലിയ പങ്കുണ്ട്. ഇത് നിങ്ങളൊരു വിലപേശൽ തന്ത്രമാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ. അല്ല, കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ശക്തി ഞങ്ങൾക്കറിയാം. ഒരു കാരണവശാലും ഞങ്ങൾക്ക് കേരളത്തിൻ്റെ പൊതു സമൂഹത്തിന് മുന്നിൽ എല്ലാ മേഖലയിലും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ പ്രദാനം ചെയ്ത, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയം ആയാലും ഇടുക്കി ആയാലും പത്തനംതിട്ട ആയാലും ആലപ്പുഴയുടെ ചില ഭാഗങ്ങളായാലും എറണാകുളത്തിൻ്റെ ഒരു പോർഷനായാലും അവിടെയൊക്കെയും അതുപോലെ തന്നെയാണ് വയനാട് മേഖലകളിൽ, കുടിയേറ്റ മേഖലയിലും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് മതിയായ പ്രാതിനിധ്യമുള്ള, ജനപ്രാതിനിധ്യമുള്ള പാർട്ടി അണികളുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ സമയത്തും അധികമായ വാഗ്വാദങ്ങളോ അധികമായ വിലപേശലുകളോ ഞങ്ങൾ ചെയ്തിട്ടില്ല. ആ കാര്യത്തിലൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ജോസ് കെ മാണി വളരെ മര്യാദയ്ക്ക് മാത്രമേ ഈ വിഷയങ്ങൾ ഇടപെട്ടിട്ടുള്ളൂ. വളരെ മാന്യമായ ഒരു സീറ്റ് ചോദിക്കുന്നു, അതിനകത്ത് അവർ നമുക്ക് അനുവദിച്ചു തരുന്നു, അതിൽ തൃപ്തരായി ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോഴും ഞങ്ങളെ സീറ്റ് കൊടുക്കുന്നതിന്, കൂടുതൽ സീറ്റ് കൊടുക്കുന്നതിന് സമ്മതിക്കാതിരുന്നത് CPI എന്ന സംഘടനയാണ്. കാരണം പറഞ്ഞാൽ അവരുടെ രണ്ടാം കക്ഷി എന്ന പേര് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണ്. ഞങ്ങളെ മുന്നണിയിൽ എടുക്കുന്നതിന് പോലും ആദ്യ കാലഘട്ടത്തിൽ വിമതസ്വരം ഉയർത്തിയവരാണ് CPI എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് അർഹമായത് ഞങ്ങൾക്ക് വേണം എന്നുള്ളതല്ലാതെ അനർഹമായത് ഞങ്ങൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല. കൊല്ലത്തായാലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തായാലും ജില്ലാ പഞ്ചായത്തുകളിലേക്ക് ഒരു മിനിമം പ്രാതിനിധ്യം, കോട്ടയം പോലെ, പത്തനംതിട്ട പോലെ, ഇടുക്കി പോലെ, എറണാകുളം പോലുള്ള ജില്ലകളിൽ ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നത്. ഇവിടെ അവരുടെ വോട്ട് കൊണ്ടുകൂടി ഞങ്ങൾ ജയിക്കുന്നുവെങ്കിൽ ആ മേഖലകളിൽ മധ്യകേരളത്തിൽ ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഇവർ ജയിക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുണ്ടാകുന്നു. എൻ്റെ ഒരു വാർഡ് 700 വോട്ടിന് ഞാൻ നിൽക്കുന്ന എൻ്റെ വാർഡ്, ജീവിക്കുന്ന വാർഡ് 700-ൽ പരം വോട്ടുകൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിച്ച ഒരു വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം 110 വോട്ടിന് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി വിജയിച്ചു. അപ്പോൾ ചെറുതെങ്കിലും ഞങ്ങളുടെ പ്രയത്നവും കൂടി കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ മാത്രമേ നമ്മൾ വിലപേശലല്ല ഞങ്ങൾ സീറ്റുകൾ ചോദിക്കുന്നുള്ളൂ. അതിന് അർഹതയുണ്ട്. ഒരു കാര്യം പ്രിയപ്പെട്ട ഗോവൻ മനസ്സിലാക്കേണ്ടതുണ്ട്, ആരും സാമൂഹ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അതാണല്ലോ. രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ആദർശങ്ങളെയും തങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെയും ജനങ്ങളിൽ കൂടി നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം വ്യക്തികളാണ് ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. അപ്പോൾ അധികാരത്തിൻ്റെ സാഹചര്യം നമുക്ക് ജനങ്ങളെ എപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ ചില അധികാര സ്ഥാനങ്ങൾ ആവശ്യമാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ, ഒരു പഞ്ചായത്ത് മെമ്പർ ചെന്നാൽ കിട്ടുന്ന ഒരു പ്രാതിനിധ്യം ആയൂർ ബിജു എന്ന ഒരു വ്യക്തി ചെന്നാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിൽ ഇനി ജനങ്ങളെ സേവിക്കാൻ നിങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർ ആയാലേ മതിയാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞ മറ്റതാണ്, അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളിനെ പൊതുസമൂഹം കാണുന്നതും അധികാരമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനെയും കാണുന്നതും തമ്മിൽ വ്യത്യാസം ശരിയാണ്. അതുകൊണ്ടാണ് സീറ്റുകൾ വേണമെന്ന് പറയുന്നത്. അസംബ്ലിയിലായാലും നമ്മൾ ജില്ലാ പഞ്ചായത്തിലായാലും ത്രിതല മേഖലകളിലായാലും സീറ്റുകൾ വേണം എന്ന്. പക്ഷേ അമിതമായിട്ടുള്ള വിലപേശലുകൾ വേണ്ട, ആനുപാതികമായി കൊടുക്കാമല്ലോ. അതിന് അർഹത മാനദണ്ഡമാക്കിയാൽ കാര്യങ്ങൾ തീരും.
അല്ല, ഇപ്പോൾ ഈ CPIയുടെ നിലപാട്, ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യം അതിനകത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. ഈ സാമൂഹ്യ സേവനത്തിനല്ല എങ്കിൽ പിന്നെ എന്തിനാണ് രാഷ്ട്രീയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാനാണോ എന്ന് ചോദിക്കേണ്ടി വരും. അത് അവിടെ നിൽക്കട്ടെ. എൻ്റെ ചോദ്യം വരുന്നത്, സാമൂഹ്യ സേവനത്തിനല്ലെങ്കിൽ പിന്നെ ഇത് പണം ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, CPIയുടെ ഒരു ഇടപെടൽ, ഇപ്പോഴത്തെ ഇടപെടൽ ഒരു അല്പം കൂടി ശക്തമാണ്. കാരണം അവരൊരു 27 28 സീറ്റുകൾ ചോദിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകളിലാണ് CPM മത്സരിച്ചിരുന്നത്. അന്ന് ഏകദേശം 61 സീറ്റുകൾ വരെ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ച പാർട്ടിയാണ് CPM. അതിന് മറ്റൊരു കാര്യമല്ല, CPM, ഞാൻ എൻ്റെ ചോദ്യം പൂർത്തിയാക്കിയിട്ട് താങ്കൾക്ക് അതിൽ വരും. അപ്പോൾ 61 സീറ്റുകളിൽ വരെ മത്സരിച്ച് വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അഹങ്കാരം അവർക്കുണ്ട്. അവിടെ നിങ്ങൾ ആരെങ്കിലും, ഇപ്പോൾ CPI തന്നെ 28 30 ചോദിച്ചാലും, നിങ്ങൾ ഇനിയിപ്പോൾ 15 എന്ന് പറയപ്പെടുന്ന 18 സീറ്റുകൾ ചോദിച്ചാലും നിങ്ങൾക്ക് ആർക്കും നൽകാൻ പോകുന്നില്ല. ഒരു കീറാമുട്ടിയായി മാറില്ലേ അപ്പോൾ ഈ സീറ്റ് വിഭജനം? അല്ല, CPIയുടെ സീറ്റ് എല്ലാ പ്രാവശ്യവും സീറ്റുകൾ കൂടുതലായിട്ട് ചോദിക്കും. സീറ്റുകൾ വർധന ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം. ഇപ്പോൾ 140 നിന്ന് 160 പോകുന്നു, 20 സീറ്റിൻ്റെ വർധന ഉണ്ടാകുന്നു. ആനുപാതികമായി ഞങ്ങൾ കൂടെ തരണമെന്ന് ഏത് രാഷ്ട്രീയ പാർട്ടി ചോദിച്ചാലും അതിന് നമുക്ക് മാന്യത എന്ന് പറയാം. ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ്? ഇനി മറ്റൊരു കാര്യം ആലോചിക്കണം. CPMന് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഏകദേശം 50 ലക്ഷത്തോളം വോട്ടുകളുണ്ട്. കോൺഗ്രസും CPMുമായിട്ട്, ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ട് 12 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ വ്യത്യാസമാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. തൊട്ട് താഴെ BJP നിൽക്കുന്നു. അതിനൊക്കെ എത്രയോ താഴെയാണ് ഈ പറയുന്ന CPI നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ കേരള കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബലം നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് CPM എന്ത് ചെയ്യുന്നത്, കൂടുതൽ അധികാരമുള്ള പാർട്ടി, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുള്ള പാർട്ടി എന്ന നിലയിൽ, കൂടുതൽ മെമ്പർഷിപ്പുള്ള പാർട്ടി എന്ന നിലയിൽ CPM കൂടുതൽ സീറ്റ് എടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ CPMനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ CPI മത്സരിക്കുന്നുണ്ട്. CPI ML മത്സരിക്കുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ. കോൺഗ്രസ് ഈ CPIയെക്കാട്ടി CPMനെക്കാട്ടി ഇല്ലേ? അപ്പം അവർക്കുള്ള എന്താണ് ശക്തിക്കനുസരിച്ച്, സ്ട്രെങ്തിനനുസരിച്ച് സീറ്റുകൾ, അല്ലെങ്കിൽ എന്താണ് ഇത്രയും നാളായിട്ടും CPI ഇങ്ങനൊരു വലിയ സീറ്റുകൾ ചോദിക്കാൻ. ഇനി ഒരു ഘടകകക്ഷി ഇവിടുന്ന് വിട്ടുപോയി. ഘടകകക്ഷി വിട്ടുപോയപ്പോൾ 7 സീറ്റുകൾ ഒഴിവ് വന്നാൽ അതിൽ നിന്ന് 2 സീറ്റോ 3 സീറ്റോ ചോദിക്കുന്നത് സ്വാഭാവികമല്ല. ഇപ്പോൾ സത്യത്തിൽ ഈ LDFനകത്ത് നിൽക്കുന്ന ഘടകകക്ഷികൾ പൂർണ്ണമായിട്ടും സംതൃപ്തരല്ലല്ലോ. അല്ല, നിങ്ങളടക്കം, കേരള കോൺഗ്രസ് അടക്കം, രാഷ്ട്രീയ ജനതാക്കളടക്കം അതിനകത്ത് വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് ശരിയല്ലേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ബഹുമാനായ ജോസ് കെ മാണി സാറും അതേപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനും ഒക്കെ വളരെ അർത്ഥശങ്കയ്ക്കില്ലാത്തവണ്ണം ഞങ്ങൾ കൃത്യമായും സേഫ് സോണിലാണ്. ഞങ്ങൾക്ക് ഇന്നലെ തന്നെ, കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഏതൊരു ചാനലിനകത്ത് ഈ പ്രിയപ്പെട്ട റോഷി അഗസ്റ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പുള്ളി അത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അഭയം തന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയപ്പോൾ വളരെ നീണ്ട കാലഘട്ടം നിന്ന് ആശയപരമായും ആദർശപരമായും സംഘടനാപരമായി നിന്ന ഒരു മുന്നണി ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ചവിട്ടി പുറത്താക്കിയപ്പോൾ ഞങ്ങൾക്ക് അഭയം തന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളവിടെ സേഫാണ്. നിലവിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരിക്കും പരിഹരിക്കപ്പെട്ടു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിഷയമായി ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് ചില സഭകൾക്ക്, ക്രൈസ്തവ സഭകൾക്കുണ്ടായ ഒരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു. അത് പ്രിയപ്പെട്ട ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനുമൊക്കെ ഇടപെട്ട് മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് മന്ത്രിയായിട്ടൊക്കെ സംസാരിച്ച് ആ മതമേലധ്യക്ഷന്മാരുമായി സംസാരിച്ച് ആ വിഷയത്തിന് ഒരു പരിഹാരമുണ്ടാക്കി. വന്യജീവിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിന് ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ നിലപാട് കൂടി, അതുപോലെ തന്നെ ഇപ്പം വിദ്യാഭ്യാസ നയം, ഈ വിദ്യാഭ്യാസ നയത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്വാഗതം ചെയ്തു. ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞെന്താണ്, ഒരുപക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ രക്ഷപ്പെടുത്തുവാൻ, കേന്ദ്രത്തിൻ്റെ ഫണ്ട് ലഭ്യമാക്കുവാൻ അതിനു വേണ്ടി വന്നാൽ നമുക്ക് നമ്മളുടെ തന്മയത്വത്തോടുകൂടി നിലനിന്നുകൊണ്ട് നമ്മുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും ബലികഴിക്കാതെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാതെ നമുക്ക് ഒപ്പിടാം. 1500 കോടി രൂപ നമുക്ക് കിട്ടുമ്പോൾ, അതുപോലെ തന്നെ SSIയുടെ ഫണ്ട് കിട്ടുമ്പോൾ, പല കാര്യങ്ങളിലും നമ്മളുടെ ഒരു അനാസ്ഥ കൊണ്ട്, അതായത് ഒരു അനാസ്ഥ കൊണ്ട്, ഒരു കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു അനാസ്ഥ കൊണ്ട് കേരളത്തിന് കിട്ടാവുന്ന, ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1 എന്ന് പറയുന്നത്, ആ നമ്പർ 1-ൽ നിന്നും നമുക്ക് എന്താണ് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് ഈ ഗവൺമെൻറ് നടത്തിയത്. അതിൽ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം തന്നെയാണ്. നമ്പർ 1 എന്ന് പറയപ്പെടുമ്പോൾ നമ്പർ 1 തന്നെ, അതിന് മുകളിലേക്ക് എന്തായാലും കയറാൻ പറ്റത്തില്ല. നിങ്ങൾ നമ്പർ 1 എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അതിനകത്തൊരു ആശങ്ക ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും നമ്പർ 1 അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ
ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ആണെങ്കിലും CPIയുടെ ആണെങ്കിലും സീറ്റ് വിഭജന ചർച്ചകൾ എന്നുള്ളത് പൂർണ്ണമായിട്ടും ഈ പറയുന്ന പോലെ ഇനി വരുന്ന ദിവസങ്ങളിലാണ് അത് നടപ്പിലാക്കാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, 77 സീറ്റിൽ മത്സരിച്ച് 61 സീറ്റിൽ വിജയിച്ച CPM എല്ലാവരും ഇതുപോലെ തന്നെ മത്സരിച്ച് 61 സീറ്റുകൾ ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പരാജയം ഉറപ്പല്ലേ? കാരണം ഭരണവിരുദ്ധ വികാരം വല്ലാതെ ഉണ്ടാകിയിട്ടുണ്ട്. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇങ്ങനെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു ഏത് കാര്യത്തിലാണ്? ഞങ്ങൾക്ക് അഭിമുഖീകരിക്കപ്പെടേണ്ടി വന്ന ഈ ഗവൺമെൻറ് വന്ന രണ്ട് വിഷയങ്ങൾ, തെളിയിക്കപ്പെടാതെ പോയ 2 ആരോപണങ്ങൾ. 1 സ്വർണ്ണക്കടത്ത്, 2 ശബരിമല ആരോപണം. ശബരിമല ആരോപണത്തിൽ നമുക്കറിയാം ആരാണ് കുറ്റക്കാർ. ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വമോ ഞങ്ങളുടെ ഭരണ നേതൃത്വമോ അതിൽ കക്ഷികളല്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ വളരെ വലുതായിരുന്നു. രാജ്യത്തെ മാധ്യമങ്ങൾ ആഘോഷമാക്കിയതാണ്. വലതുപക്ഷ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നിഷ്പക്ഷരായ മാധ്യമങ്ങളൊക്കെ ഞങ്ങളെ പ്രതികളാക്കി. പക്ഷേ അവിടെ നിന്നൊന്നും ഒരു കുറ്റപത്രത്തിലും ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെയോ മന്ത്രിമാരുടെയോ ഞങ്ങളൊരു ഓഫീസിലെയോ പേരിൽ വ്യക്തികളുണ്ട് ഇല്ലെന്ന് പറയുന്നത്. വ്യക്തികളുണ്ട്, അവരെ നിയമ നടപടി നടത്തി പുറത്താക്കിയതും ഇതേ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ഏത് കാര്യത്തിൽ ഞങ്ങൾക്ക് നെഗറ്റീവ് വോട്ടുകൾ വരും? സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വന്നത് ചിലപ്പോൾ ആശാവർക്കർമാർക്ക് തന്നെ ഇപ്പം ഞങ്ങൾ 1000 രൂപ കൂട്ടി കൊടുത്തു. രാജ്യത്തിൻ്റെ ധനസ്ഥിതികൾ നോക്കണം. സംസ്ഥാനം അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. ഈ ആശാവർക്കർമാരുടെ സമരത്തിന് നിങ്ങൾ 1000 രൂപ കൂട്ടി കൊടുത്തു. അവർ 266 ദിവസം ഇന്ന് സമരം അവസാനിപ്പിക്കുന്നു. നാളെ മുതൽ അവരുടെ പരിപാടി എന്താണെന്ന് അറിയാമോ? വീട് വീടാന്തരം കയറി ഇറങ്ങുകയാണ്. വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ ഗവൺമെന്റിന് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് ആശാവർക്കർ. അല്ല, അങ്ങനെ ഒരു ആശാവർക്കർ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വന്നൊരു ആശാവർക്കർ എന്ന് പറയാം ഞങ്ങൾക്ക് ശമ്പളം കൂട്ടി തന്നില്ല അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് നടക്കരുത് സാറേ. അവര് പറയുന്ന ആരോടാണ്? ഞങ്ങൾ അല്ല, അവർക്ക് ശമ്പളം കൂട്ടി കൊടുത്തില്ല എന്ന് പറയുന്നത് തന്നെ ഗതികേടല്ലേ? അല്ല, ശമ്പളം അവരുടെ ശമ്പള വർധനവ് എന്ന് പറയാം. അല്ല, അവർക്ക് അടിസ്ഥാന ശമ്പളം ഉണ്ടോ? നിങ്ങൾ ഈ പറയുന്ന ഒരു നിശ്ചിത തുക കൊടുത്തിട്ട് അത് ശമ്പളം എന്ന് പറയപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? എല്ലായിടത്തും നമ്മൾ ഓണറേറിയം എന്ന് പറഞ്ഞ ഒരു ഓമന പേരിൽ എല്ലാ സംവിധാനങ്ങളും നടപ്പിലാക്കാറുണ്ട്. ഈ പറയുന്ന പോലെ ഈ ആശാവർക്കർമാരെയും അത്തരത്തിൽ നിങ്ങൾ ഈ അടിസ്ഥാന വർഗത്തിന് കൊടുക്കുന്ന ഒരു പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ? ഇവിടുത്തെ നമ്മുടെ സർക്കാർ ഓഫീസുകളിലും അടിസ്ഥാന ശമ്പളം വാങ്ങിക്കുന്ന ഏറ്റവും താഴെയുള്ള ക്ലാസ് 4 ജീവനക്കാരുടെ ശമ്പളം എത്രയാണ്? ആ ശമ്പളത്തിൻ്റെ പകുതി കൊടുക്കൂ. അത് കൊടുക്കാനേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ, അവർ പറയുന്നുള്ളൂ. ഓരോ ജോലിക്കും ഓരോ അർഹതപ്പെട്ട ജോലിക്കാണെങ്കിൽ ഈ ജോലിക്ക് ഒരുപാട് പണം കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷൻ ജോലി എടുക്കുന്ന തോട്ടികൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ശമ്പളം ഇത്ര ശമ്പളത്തിന് നിങ്ങളെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ ഇവരെ ജോലിക്ക് എടുക്കുന്നത്. ആ ജോലി ഞാൻ ഇത്ര രൂപയ്ക്ക് ഈ ജോലി ചെയ്തു കൊള്ളാം എന്ന് ഒപ്പിട്ടിട്ടാണ് ഇവർ ഈ ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അന്ന് അവർക്ക് കുഴപ്പമില്ല. ജോലി കൊടുത്ത സർക്കാരാണോ കുറ്റക്കാർ? ഞാൻ ഉഭയകക്ഷി സമ്മതപ്രകാരം താങ്കൾക്ക് ഈ ജോലിക്ക് ഈ ശമ്പളമേ ഉള്ളൂ എന്ന് പറയുകയും എനിക്ക് ആ ജോലി മതി, ആ ശമ്പളം മതി എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് ജോലിക്ക് കയറുകയും ചെയ്തിട്ട് ഞങ്ങൾ സംഘടിതരാണ്, ഞങ്ങൾക്ക് പൈസ കിട്ടിയത് പറ്റൂ എന്ന് പറഞ്ഞ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്നത് ശരിയല്ലല്ലോ. എങ്ങനെ ചോദിക്കാതിരിക്കും? വെറും 6000 രൂപ 7000 രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് ഒരു മാസം മുഴുവൻ ജീവിക്കണമെന്നും അതിനകത്ത് കുട്ടികളുടെ പഠനം, അവരുടെ ആഹാരം, അവരുടെ വസ്ത്രം, എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കണമെന്നും പറയുന്നത് കുട്ടികളുടെ പഠനം കേരളത്തിൽ താങ്കൾക്ക് കഴിയുമോ? താങ്കൾക്ക് ഞാൻ ഈ 7000 രൂപ തരാം. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 3 മക്കളുണ്ട്, കുടുംബമുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ഇവരെല്ലാം ക്ഷമിക്കണം, അപ്പനുണ്ട്, കുടുംബമുണ്ട്, ഇവരെല്ലാം കൊണ്ടുപോകാൻ കഴിയുമോ 7000 രൂപയ്ക്ക്? സാർ, 7000 രൂപ ഒരാൾക്കാണ്, ഒരു കുടുംബത്തിൽ ഒരാൾക്കാണ്. ആശാവർക്കർ എത്ര ആശാവർക്കർ? അതല്ലല്ലോ, ഒരു കുടുംബത്തിലെ ആശാവർക്കർ എന്ന ഒരാളാണ്. അവരുടെ വീട്ടിൽ ക്ഷേമ പെൻഷൻ അവകാശമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെന്റ് 2000 രൂപ കൊടുക്കുന്നു. മറ്റു പെൻഷനുകളുണ്ടെങ്കിൽ അവർ കൊടുക്കുന്നു. അവരുടെ ഗൃഹനാഥൻ ജോലിക്ക് പോകുന്നു, അവരുടെ ശമ്പളം കൊണ്ടില്ലേ? ഇനി മരണപ്പെട്ട അല്ലെങ്കിൽ ഭർത്താക്കന്മാരില്ലാത്ത വിധവകളായിട്ടുള്ള ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. വിധവ പെൻഷനുണ്ട്. അല്ല, അവരെയൊക്കെ നിങ്ങൾ ഈ പറയുന്ന 1000, 1500, 1000, 2000 കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ. അല്ല, നിങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ സൗജന്യമാണ് സാർ. ആയിക്കോട്ടെ, വിദ്യാഭ്യാസ സൗജന്യമാണ്. അവർക്ക് പഠിക്കേണ്ട ബുക്കുകളും എല്ലാം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. നോട്ട്ബുക്കുകൾ അടക്കമുള്ള സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇതെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതല്ലേ? ഇതിനെല്ലാം പണം വേണ്ടേ? അവരുടെ യൂണിഫോം അടക്കമുള്ള സൗജന്യമായിട്ടാണ് നടക്കുന്നത്. ഇതല്ലല്ലോ. ഇതെല്ലാം നമുക്ക് പണം കൊടുത്താലേ കിട്ടൂ. പറയാൻ ഒരു സർക്കാർ സ്കൂളുകളുണ്ട്, അവിടെ ചെന്നാൽ മതി, പഠനത്തിന് തയ്യാറാണെന്ന് പറയപ്പെടുന്ന തരത്തിലാണ്. പക്ഷേ അതിനപ്പുറം ബാക്കിയുള്ള അവരുടെ അടിസ്ഥാന സംവിധാനങ്ങളും ആവശ്യങ്ങളും എല്ലാം നിറവേറ്റുന്നുണ്ട്. അതിന് ഈ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അവരുടെ അമ്മമാരോ മറ്റോ ഇങ്ങനെ ആശാവർക്കർമാരാണെങ്കിൽ അവർ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന ഈ 7000 രൂപയിലാണ് ഒരു കുട്ടിയോ 2 കുട്ടിയോ 3 കുട്ടിയോ ഉണ്ടെങ്കിൽ അവരെ നോക്കേണ്ടി വരുന്നത്. അത് ഗതികേടാണ്. നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, നിങ്ങളൊരു അച്ഛനും കൂടിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ്
ഉപയോഗിക്കേണ്ടത് 7000 രൂപ കൊണ്ട് ശരി, അത് മാത്രം പറഞ്ഞാൽ മതി. 7000 രൂപ കൊണ്ട് തീരുന്നതാണോ ഇവരുടെ പ്രശ്നം എന്ന് മാത്രം. സോറി, ഞാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ച് 70,000 രൂപ കിട്ടിയാലും അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റത്തില്ല. അവൻ 70,000 രൂപ കിട്ടുമ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. നമ്മളിത് എന്താണ്, മിനിമം അവകാശം, മിനിമം കാര്യങ്ങൾ നടത്തുക എന്നുള്ള ഞാൻ ചോദിക്കട്ടെ, അധ്വാനിക്കാൻ പറ്റുന്ന ഒരാൾ ഞാൻ ഒരു കാര്യം ഇല്ല, ഈ 70,000 രൂപ ഉണ്ടാക്കുക അല്ലെങ്കിൽ 70,000 രൂപയ്ക്ക് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങളെപ്പോലെ പണക്കാർക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ സാമൂഹ്യ വ്യവസ്ഥയിൽ കുറച്ചുകൂടെ ഉന്നതിയിൽ നിൽക്കുന്നവർക്ക് പറ്റുന്നതാണ്. സാമാന്യ ജനത്തിന് പറ്റുന്ന കാര്യമല്ല. അല്ലല്ലോ, നമുക്കിപ്പോൾ അതിലേക്ക് പോകണ്ട. അത്രയും വിശാലമായിട്ട് എൻ്റെ ഇത്രയും പ്രശ്നങ്ങൾ കിടക്കുമ്പോഴാണ് ആ വിഷയങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാതായി പോകുന്നത് എന്നുള്ളതാണ് ഞാൻ. അല്ല, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിൽ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ തൊഴിലുണ്ട്. ഇപ്പൊ ഇവിടെ ആരാണ് തൊഴിൽ ചെയ്യുന്നത്? യഥാർത്ഥ വിഷയത്തിൽ അതങ്ങനല്ല. ഇത് രണ്ട് വശമാണ്, ഒരു നാണയത്തിന് രണ്ട് വശമാണ്. ഈ സംസ്ഥാനത്ത് ഇഷ്ടംപോലെ തൊഴിലുണ്ട്. തൊഴിൽ ചെയ്യാൻ ആർക്കും തയ്യാറില്ല. 1000 രൂപ 1200 രൂപ ഇവിടുത്തെ സ്കിൽഡ് ലേബേഴ്സിനും അൺസ്കിൽഡ് ലേബേഴ്സിനും കിട്ടുന്നുണ്ട്. ഒരു പുരുഷൻ ഇറങ്ങി പോയാൽ 1200 രൂപ കിട്ടും. ഞാൻ പറഞ്ഞു, ഇവിടെ തൊഴിലെടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ആരാണ് അന്യ സംസ്ഥാനങ്ങളിൽ ആളുകൾ വരുന്നു, അവർ ജോലി ചെയ്യുന്നു, പോകുന്നു. ആയിക്കോട്ടെ, നമുക്ക് അത് വേറൊരു വിഷയം. അതുകൊണ്ടല്ലേ പിന്നെ അതിനകത്ത് ഈ ആശമാരുടെ പ്രശ്നം വന്നുകൊണ്ട് മാത്രം അതിനകത്ത് ഞാൻ സംസാരിച്ചതാണ്. പക്ഷേ ഇതല്ല നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ 77 നിന്ന് 61 സീറ്റിൽ മത്സരിച്ച് വിജയിക്കുകയും അതിനപ്പുറം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കും. അവിടെയാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളിലേക്ക് എത്തേണ്ടി വന്നത്. അതായത് വെറുതെ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം എല്ലാ അർത്ഥത്തിലും ഉണ്ടാകും. അതെപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു സർക്കാരാണ്. അതിനെതിരെ ഒരു ഭരണവിരുദ്ധ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അതുണ്ടായാൽ പോലും നിങ്ങൾക്ക് ജയിച്ചു വരാൻ പറ്റുമെന്നും അത് CPM വിചാരിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങളുടെയൊക്കെ ഈ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ വളരെ കൂളായിട്ടും സ്മൂത്തായിട്ടും തീരുമെന്ന് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ട ഗോവ, ഭരണവിരുദ്ധ വികാരം ഉണ്ടാവണമെങ്കിൽ ഭരണവിരുദ്ധത ഉണ്ടാകണ്ടേ? ജനങ്ങൾക്ക് ദോഷമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ലല്ല, ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. ഏത് കാര്യത്തിലാണ് ഞങ്ങൾക്ക് ഭരണവിരുദ്ധത വരുന്നത്? വിദ്യാഭ്യാസ മേഖല, ഏത് ആരോഗ്യ മേഖലയോ, ഏത് മേഖലയും സമസ്ത മേഖലകളിലും റോഡുകൾ നിങ്ങൾ നോക്കൂ. ഈ നാട് റോഡുകളൊക്കെ തോടുകളായി കിടക്കും. റോഡുകളൊന്നും ഒരു റോഡുകളും 10 വർഷത്തിനു മുമ്പ് പുതുപ്പള്ളിയിലെ റോഡ് പോലും ഞങ്ങൾ റെഡിയാക്കി കൊടുത്തത് ഞങ്ങളാ. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ പുതുപ്പള്ളി പോലും ഞങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് റോഡുകൾ വൃത്തിയാക്കപ്പെട്ടത്. അല്ല, നിങ്ങളുടെ ഈ സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഇതൊക്കെ ഒരു കാരണമായി മാറും. നാളത്തെ ഭരണം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇന്ന് സംസാരിക്കുന്നവരെ സംസാരിക്കാനും പറ്റില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കേരള കോൺഗ്രസ് എമ്മിന് തന്നെ 15 സീറ്റും ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റുകളിൽ നിന്ന് ഒരു സീറ്റ് കൂടുതൽ ഞങ്ങൾ അവസാനം, എനിക്ക് ഓർമ്മയില്ല, ഒരു സീറ്റ് ഞങ്ങൾ അവസാനം അവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. അന്ന് 12 സീറ്റായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഒരു സീറ്റ് അവസാനം ഞങ്ങൾ 13 വെച്ചിട്ട് ഒരു സീറ്റ് ഞങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഒരു സീറ്റ് ഏതാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല. ഒരു സീറ്റ് അവസാനം അവിടെ ചില രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾ LDFന് CPMന് തിരികെ കൊടുക്കേണ്ടി വന്നു. ഞങ്ങൾ ആ സീറ്റുകളിൽ ഒരു കാരണവശാലും കുറവ് വരത്തില്ല. കാരണം അല്ലെങ്കിൽ ശരി, നിങ്ങൾക്ക് ലഭിക്കാവുന്ന സീറ്റുകൾ ലഭിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച 12 സീറ്റുകൾ തന്നെ ലഭിക്കുമായിരിക്കും. ശരി, പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഈ ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? കോട്ടയാണെങ്കിലും പാലയാണെങ്കിലും കൊല്ലമാണെങ്കിലും പത്തനംതിട്ട ആണെങ്കിലും ഇതിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ന്യൂ കമേഴ്സായിരുന്നു. ഏകദേശം സീറ്റ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലാണ് ഞങ്ങൾ അവരോട് ചെല്ലുന്നത്. ഇപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളുടെ പാർട്ടി വളർന്നിട്ടുണ്ട്. പാർട്ടിയിലേക്ക് വിവിധ മേഖലകളിൽ നിന്ന് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ CPMൽ നിന്ന് പോലും ആൾക്കാർ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് പല സ്ഥലങ്ങളായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആനുപാതികമായ സീറ്റുകൾ ഞങ്ങൾ ചോദിക്കുകയും അത് ഞങ്ങൾക്ക് തരികയും ചെയ്യും. ആ കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് യാതൊരു ആശങ്കയും നിലനിൽക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.